ഹിജാബ് ധരിക്കാമെങ്കിൽ ഞങ്ങൾക്ക് കാവിയുമാക്കാം. കാവ്യ ഷാൾ ധരിച്ചെത്തി നൂറുകണക്കിന് ഹിന്ദു വിദ്യാർത്ഥികൾ. ഇതിനൊക്കെ വെളിവ് കേടെന്നൊക്കെ പറയും, മതഭ്രാന്ത് എന്നൊക്കെ പറയും. എല്ലാ മതങ്ങൾക്കും ഒരു ആചാരമുണ്ട്. ഇപ്പോൾ കന്യാസ്ത്രീകളാണെങ്കിലും ഇങ്ങനെ ഒരു രീതി ഇടുന്നുണ്ട്. അപ്പോൾ മുസ്ലിം സ്ത്രീകളാണ്. ഞാൻ +1 +2 ഒക്കെ മിക്സ്ഡ് സ്കൂളിലാണ് പഠിച്ചത്. അത് 1 തൊട്ട് 4 വരെ മിക്സ്ഡ് സ്കൂളിന് ശേഷം 5 തൊട്ട് 10 വരെ ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. അതിൻ്റെ +1 +2 അവിടെയൊക്കെ മുസ്ലിം സ്ത്രീകളുണ്ടായിരുന്നു. മുസ്ലിം പെൺകുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ ആരും ജോയിൻ ചെയ്യാൻ വരുന്നില്ല. പിന്നെ ഓരോ വിശ്വാസപ്രകാരം ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ കുരിശിൻ്റെ സമയമാകുമ്പോൾ ക്രിസ്ത്യാനികൾ തെറ്റി കുരിശ് കൊണ്ടുവരും, അല്ലെങ്കിൽ ഹിന്ദുക്കളാണെങ്കിൽ ഈ ചന്ദനക്കുറി ഇടും. പിന്നെ ചിലർ മാല ഇട്ട് വരും. അവിടെയുള്ള അവിടെയുള്ള അന്യമതസ്ഥരായ കുട്ടികളോ അവരുടെ മാതാപിതാക്കളോ ഇതൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ലായിരുന്നു. അവരെ ചോദ്യം ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഉത്തരേന്ത്യയിലെ ഏതോ സംഭവമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തൊക്കെ കാണിച്ചാലും ഈ കാണിക്കുന്ന ശുദ്ധമായ പോക്കിയിട്ടാണ്. ഇനി മുസ്ലിങ്ങൾ മറ്റു മതങ്ങൾ എന്തെങ്കിലും ചെയ്ത് കാണിക്കാമെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ട്. അവരൊരു കർമ്മം ചെയ്യുന്നുണ്ട്, അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? കർമ്മം നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, പറയണില്ല. നമ്മളതിന് വൾഗറായിട്ടൊന്നും പറയാറില്ല. വളരെ വൃത്തികേട് തെറിയൊന്നും ഞാൻ ഈ ചാനലിൽ അങ്ങനെ പറയില്ല. അതുകൊണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ മതങ്ങൾക്കും ഒരു ആചാരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ കുരിശ് വരച്ചുകൊണ്ട് വരാം. അതായത് നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് ഒരു നോയമ്പ് ഈ മലയാറ്റൂരിലൊക്കെ മല കയറാൻ നേരത്ത് അവരെ അങ്ങോട്ട് ദുഃഖവെള്ളിയുടെ ഒരു കുരിശ് വരയ്ക്കുന്നുണ്ട്. കറുത്ത ഈ കരി കൊണ്ട് ഒരു കുരിശ് വരയ്ക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ മാല ഇടുന്നുണ്ട്, ചന്ദനം തൊട്ടൊക്കെ വരുന്നുണ്ട്, ഹിജാബ് ധരിച്ച് വരുന്നുണ്ട്. ചിലർ മുസ്ലിം പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അത് എല്ലാവരും മതത്തിൽ നിന്ന് വ്രണപ്പെടുത്താനും മറ്റു മതങ്ങൾ ചോദ്യം ചെയ്യാം. പിന്നെ മതത്തിലുള്ളവർ, അതായത് പ്രത്യേകിച്ച് ഹിന്ദു മതത്തിലാണെങ്കിൽ ഹിന്ദു മതത്തിൽ, ക്രിസ്ത്യൻ മതത്തിലാണ് ക്രിസ്ത്യൻ മതത്തിൽ, അവരൊക്കെയാണ് അവരുടെ മതത്തിൽ തന്നെ ആചാരം ഉണ്ടെന്ന് പറഞ്ഞ് മറ്റേ രീതിയിൽ ക്രൂരമായിട്ടുള്ള, അതായത് അവരുടെ സ്വപ്നങ്ങളെ ബ്രേക്ക് ചെയ്യുന്നത് രീതികളും ആവശ്യമില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ന മതത്തിലുള്ളവരെ നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു രീതിയൊക്കെ ഉണ്ടാവുമല്ലോ. അതൊന്നും അതിൻ്റെയും വേണ്ട. പിന്നെ മറ്റുള്ള മതങ്ങളെ കയറി ചോദ്യം ചെയ്യാനും പോകണ്ട. നമുക്കൊരു സൗഹാർദ്ദമാണ് ഇവിടെ ആവശ്യം, മതസൗഹാർദ്ദം. അതുപോലെ തന്നെ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നമ്മളെ ഇങ്ങനെ ആകാതിരുന്നാൽ മതി. അവരോട് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല.